അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കർമ്മങ്ങൾ കൊണ്ട് ധന്യമാവുക. നാം കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കണം. എല്ലാം നമുക്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. ആ വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത്. നമ്മുടെ കർമ്മപാത്രത്തിൽ നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു തന്നിട്ടുണ്ട്. നാം ചോദിക്കാതെ തന്നെ അവൻ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതെല്ലാം അള്ളാഹുവിൻ്റെ വരദാനമാണ്. നമ്മൾ നമ്മുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹു സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൗതിക ലോകത്തേക്ക് മനുഷ്യൻ പുറത്തിറങ്ങുമ്പോൾ അവന് വേണ്ടതെല്ലാം അവിടെയുണ്ട് എന്നർത്ഥം. അവൻ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ കൈ മുറുക്കിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് ഭൂമി ലോകം അവൻ കാണുന്നത്. ആ കണ്ട കണ്ണുകൊണ്ട് പിന്നീട് അവൻ ആ മുറുക്കിപ്പിടിച്ച കൈ കൊണ്ടവൻ ഈ ഭൂലോകം മൊത്തം കൈയടക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. അഥവാ മനുഷ്യൻ അവന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൗതിക ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അവൻ ഈ ഭൗതിക ലോകങ്ങളെല്ലാം അവൻ കീഴടക്കുന്നു. ഇതെല്ലാം അവന് നൽകിയതാരാണ്? അവന്റെ സൃഷ്ടാവായ അള്ളാഹു. അവൻ ചോദിക്കാതെ തന്നെ അവന് ജന്മം നൽകി. അവന് ചോദിക്കാതെ തന്നെ അവൻ ആയുസ് നൽകി. അവന് ചോദിക്കാതെ തന്നെ ഉമ്മായുടെ ഗർഭപാത്രത്തിലേക്ക് അവൻ എത്തിച്ചു. ആ ഗർഭപാത്രത്തിൽ നിന്ന് വളരെ സുരക്ഷിതമായി ആരും ചോദിക്കാതെ തന്നെ ആ ഗർഭപാത്രത്തിൽ നിന്ന് അവൻ ഭൂമി ലോകത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അവൻ കരഞ്ഞുകൊണ്ടുവന്നവൻ സന്തോഷത്തോടെ ഈ ഭൂമി ലോകത്ത് അവൻ ജീവിക്കുന്നു. ഈ ജീവിക്കുമ്പോൾ അവൻ എന്തായിരിക്കണം? അവന്റെ കർമ്മങ്ങൾ നന്നാക്കണം എന്നുള്ളതാണ്. കർമ്മങ്ങൾ നന്നാകണമെങ്കിൽ എന്തായിരിക്കണം? അവന്റെ വിശ്വാസം നന്നായിരിക്കണം. വിശ്വാസം നന്നാകാത്ത കർമ്മങ്ങളെ കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഗർഭപാത്രവും ഈ വിശാലമായ ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കുകയില്ല. ഗർഭപാത്രത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് മനുഷ്യനില്ല, മനുഷ്യനില്ല, ഒരു ജീവിക്കും ഇല്ല. അത് സാധ്യവും അല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഒരു ശാസ്ത്രത്തിനും അതിന് സാധിക്കുകയും ഇല്ല. ഇത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. ജനിച്ച ഒരാളെ മടക്കി ഉമ്മായുടെ ഗർഭപാത്രത്തിലേക്ക് അയക്കാനുള്ള സംവിധാനം ഇന്ന് വരെ ലോകം കണ്ടെത്തിയിട്ടില്ല. അത് കണ്ടെത്താൻ സാധ്യവും അല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ വിശ്വാസ കർമ്മങ്ങൾ സംശുദ്ധമായിരിക്കണം. നാം ഒരുങ്ങുക. അള്ളാഹു തരും. നമുക്ക് ആവശ്യമുള്ളതല്ല അള്ളാഹു തന്നിട്ടുണ്ട്. ഇനിയും അള്ളാഹു തരാൻ തയ്യാറുമാണ്. അവന്റെ ഔദാര്യമാണ്. അതിന് വേണ്ടത് എന്താണ്? നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുക എന്നുള്ളതാണ്. ചുറ്റുവട്ടങ്ങൾ പൂർത്തിയാക്കുക. അതാണ് ഇസ്ലാം. ഈമാനുള്ളവനെ കർമ്മങ്ങളെ അള്ളാഹു പാരത്രിക ലോകത്ത് സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു തരും എന്ന് പറഞ്ഞാൽ അത് തരിക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റിസ്ഖ് എന്ന പദം 123 സ്ഥലങ്ങളിൽ ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ പറ്റും. എന്താണ് റിസ്ഖ് കൊണ്ടുള്ള ഉദ്ദേശം? അവന്റെ ജീവിതോപാധിയാണ്. ഒരു മനുഷ്യന്റെ ജീവിതോപാധിയാണ് റിസ്ക്. അതിലെന്തെല്ലാം പെടും? അവന്റെ ഭക്ഷണം പെട്ടു, അവന്റെ താമസങ്ങൾ പെട്ടു, അവന്റെ വസ്ത്രങ്ങൾ പെട്ടു, അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, വാഹനങ്ങൾ പെട്ടു, എല്ലാ കാര്യങ്ങളും അതിൽ പെട്ടു എന്നുള്ളതാണ്.
അഥവാ ഒരിടത്ത് മാത്രമല്ല 123 സ്ഥലത്ത് റിസ്ക് എന്ന പദം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവനോട് ആ റിസ്ക് ചോദിച്ചു കൊണ്ടേ ഇരിക്കുക. അവന് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു ലജ്ജയും ഇല്ല. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് അവൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എത്രമാത്രം ചോദിക്കുന്നുവോ അതിനനുസരിച്ച് അവൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അവൻ തരുന്നത് എന്താണോ അത് നമ്മൾ സ്വീകരിക്കുക. അതിനനുസരിച്ച് നന്ദി കാണിക്കണം, അവന് ശുക്ർ ചെയ്യണം. അവനോട് നന്ദി കാണിക്കാതിരുന്നാൽ അവൻ തരികയില്ല. നമ്മൾ തെറ്റുകാരായിരിക്കാം, തെറ്റുകൾ നമ്മിൽ നിന്ന് വർദ്ധിച്ചു വരും. തെറ്റുകളിൽ നിന്ന് വർദ്ധിക്കുമ്പോൾ അവന് അള്ളാഹുവിനോട് നന്ദികേടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നന്ദികേട് ചെയ്താൽ അവൻ തരുന്നതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തിയേക്കാം.